ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ? എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഹോൾഡിംഗ് കമ്പനി, അതായത് പാരന്റ് കമ്പനിയുടെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യാണ് അല്ലെ? അപ്പൊ അവിടെ പർച്ചേസ് ചെയ്യുന്ന കമ്പനിയെ പാരന്റ് കമ്പനി എന്ന് പറയും, പർച്ചേസ് ചെയ്യപ്പെടുന്ന കമ്പനിയെ സബ്സിഡിയറി കമ്പനി എന്ന് പറയും അല്ലെ? ദെൻ അവ രണ്ടിനെയും ഒരുമിച്ച് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? ഇനി എന്താണ് അതെന്താന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആട്ടോ. ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതായത് രണ്ടാമത്തതാണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് ഒരു പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഫുള്ള് ഷെയർ എന്താണ് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ, പർച്ചേസ് ചെയ്തിട്ടില്ല എങ്കിൽ ബാക്കിയുള്ളത് ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിലായിരിക്കും. ആ ഔട്ട്സൈഡേഴ്സിന്റെ ഹോൾഡിംഗ്സിനെ വിളിക്കുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? അതിന് 3 സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷൻ, when consideration transferred and net asset acquired are given and 100% shares are acquired by the acquirer. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു അല്ലെ? എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ പർച്ചേസ് ചെയ്തപ്പോൾ വെറുതെ ആണോ ബി എന്ന കമ്പനിയെ പർച്ചേസ് ചെയ്യുന്നത്? അല്ല. എന്ത് കൊടുക്കണം? എ എന്ന കമ്പനി ബി എന്ന കമ്പനിക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കണം അല്ലെ? അതായത് അവരുടെ നെറ്റ് അസറ്റ് അക്വയർ ചെയ്യുന്നതിന് ഇവർക്ക് ബി എന്ന കമ്പനിക്ക് എ എന്ന കമ്പനി ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ആ കൺസിഡറേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. പിന്നെ എത്ര അസറ്റ് ആണ് ഇവരുടേത് അക്വയർ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, 100% ഷെയർസും, അതായത് 100% ഷെയർസും ആര് അക്വയർ ചെയ്തിട്ടുണ്ട്? എ എന്ന കമ്പനി. ബി എന്ന കമ്പനിയുടെ ഫുൾ ഷെയറും ആര് ഫുള്ളായിട്ട് വാങ്ങിക്കാണ് കമ്പനിയെ. അപ്പൊ അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? പറയൂ കുട്ടികളെ, ഉണ്ടാവോ? പറയൂ. ഇല്ല. സെബിന കിട്ടുണ്ടല്ലോ അല്ലെ? അതായത് ഇപ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടോ? 100% ഷെയറും അക്വയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? ആ കമ്പനിയെ കംപ്ലീറ്റ് ആര് അക്വയർ ചെയ്തു? എ എന്ന കമ്പനി അക്വയർ ചെയ്തു. അവിടെ എന്തുണ്ടാവില്ല? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ, ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? എ ബിക്ക് കൊടുത്ത കൺസിഡറേഷൻ തന്നിട്ടുണ്ട്. ബിയുടെ എത്ര അസറ്റ് ആണ് അക്വയർ ചെയ്തത് എന്നറിയാം. 100% ഷെയറും എന്ത് ചെയ്തിട്ടുണ്ട്? അക്വയർ ചെയ്തിട്ടുണ്ട്. അത്തരം സിറ്റുവേഷനില് ഇവിടെ എന്തുണ്ടാവില്ല എന്നാ പറയുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത്തരം സിറ്റുവേഷനിൽ ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു, ഈ സിറ്റുവേഷനിൽ ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. എ എന്ന കമ്പനി ബിക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ അല്ലെ? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് പിന്നെന്താണ്? നെറ്റ് അസറ്റ് അക്വയർഡ്. ഇവിടുന്ന് എത്ര അസറ്റ് ആണ് ഇവർ വാങ്ങിയത്? നെറ്റ് അസറ്റ് അക്വയർഡ്. നെറ്റ് അസറ്റ് അക്വയർഡ്. നെറ്റ് അസറ്റ് അക്വയർഡ്. അതാണ് ഇക്വേഷൻ. എ എന്ന കമ്പനി പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് കൊടുത്ത കൺസിഡറേഷൻ മൈനസ് സബ്സിഡിയറി കമ്പനിയുടെ എത്ര നെറ്റ് അസറ്റ് ആണ് ഇവർ ഏറ്റെടുത്തത്, അതാണ് എന്തെന്ന് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇനി നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് അസറ്റ് അല്ലെ? ഈ നെറ്റ് അസറ്റ് കിട്ടാൻ, നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അസറ്റിൽ നിന്നും ലയബിലിറ്റി ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് എന്ത്? നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് അല്ലെ? നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് അക്വയർഡ് മൈനസ് ലയബിലിറ്റി. നെറ്റ് അസറ്റ് ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ഈ സബ്സിഡിയറി കമ്പനിയുടെ അസറ്റിൽ നിന്നും ലയബിലിറ്റി ലെസ് ചെയ്തതാണ് അതിന്റെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻ മനസ്സിലായോ? സിറ്റുവേഷൻ എന്താണ്? കൺസിഡറേഷൻ കൊടുത്തതും തന്നിട്ടുണ്ട്. എത്ര അസറ്റ് ആണ് അക്വയർ ചെയ്തത് നമുക്കറിയാം. 100% ഷെയറും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവര് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. കമ്പനിയെ മൊത്തത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തുണ്ടാവില്ല? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ്
നെറ്റ് അസറ്റ് അക്വയർഡ്. നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അസറ്റ് മൈനസ് ലയബിലിറ്റി. ആരുടെ? സബ്സിഡിയറി കമ്പനിയുടെ. ഓക്കെ, ഇനി ഇതാണ് ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതിന്റെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മേ ബി 4 മാർക്കിലൊക്കെ ചോദിച്ചാലോ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡ് അക്വയേഴ്സ്, ശ്രദ്ധിച്ചു നോക്കണേ, പ്രോബ്ലത്തിലേക്ക് നോക്കണം. എക്സ് ലിമിറ്റഡ് അക്വയേഴ്സ് 100% ഓഫ് ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ് which has 40,000 shares of rupees 10 each at a market price of rupees 12 each. The asset and liabilities of Y Limited are 5 lakh and 1 lakh respectively. കാൽക്കുലേറ്റ് ഗുഡ്വിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് തന്നിരിക്കുന്നത് ഇവിടെ? ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിയെ എന്ത് ചെയ്തു? ഏറ്റെടുത്തു അല്ലെ? എക്സ് അക്വയേഴ്സ് അല്ലെങ്കിൽ വാങ്ങി, പർച്ചേസ് ചെയ്തു. എത്ര ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? 100% ഷെയർസും, വൈയുടെ 100% ഷെയർസും ആരേറ്റെടുത്തു? എക്സ് എന്ന് പറയുന്ന പാരന്റ് കമ്പനി ഏറ്റെടുത്തു അല്ലെ? പിന്നെ പറയുന്നുണ്ട് എത്ര ഷെയർ ആയിരുന്നു? 40,000 ഷെയർ ആണ്. അതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 ആണ്. പക്ഷേ മാർക്കറ്റിൽ ഇപ്പൊ അതിന് എത്ര രൂപയുണ്ട്? 12 രൂപ ഉണ്ട്. ഓക്കെ, ദെൻ ഇനി ഈ വൈ എന്ന കമ്പനിയുടെ അസറ്റ് എത്രയാണ്? വൈ എന്ന കമ്പനിയുടെ അസറ്റ് 5 lakh ആണ്. ലയബിലിറ്റി എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, അതും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര ടോട്ടൽ ഷെയർസ് എത്രയാണ്? വൈ എന്ന കമ്പനിയുടെ ടോട്ടൽ ഷെയർസ് 40,000 ഷെയർസ് ആണ് ഇൻറ്റു 10. പക്ഷെ ഇപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സിറ്റുവേഷൻ മനസ്സിലാക്കുക. സിറ്റുവേഷൻ എന്താണ്? 100% ഷെയർ ഇവര് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അസറ്റ് എത്ര ഏറ്റെടുത്തു നമുക്കറിയാം, എമൗണ്ട് എത്ര ട്രാൻസ്ഫർ ചെയ്തു എന്നും നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ് എന്നാണ് അല്ലെ? അപ്പൊ ഇവിടെ കൺസിഡറേഷൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഫുള്ള് ഷെയർ ഏറ്റെടുത്തിട്ടില്ലേ? ഫുൾ ഷെയറും ആരേറ്റെടുത്തിട്ടുണ്ട്? എക്സ് എന്ന കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫുൾ ഷെയറും ഏറ്റെടുക്കണമെങ്കിൽ എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണം? 40,000 ഇൻറ്റു 10 മതിയോ? പോരാ. എന്ത് കൊടുക്കണം? 12. 10 ആയിരുന്നു ആദ്യം വാല്യൂ. പക്ഷെ ഇപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 12 ആണ്. അപ്പോ ഈ എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിയെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണം എന്നാ പറയുന്നത്? 40,000 ഇൻറ്റു 12 ആണ് കൊടുക്കേണ്ടത്. ഈ 40,000 ഇൻറ്റു 12 ആണ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ഇസ് ഈക്വൽ ടു 40,000 ഇൻറ്റു 12 അല്ലെ? ഇനി എന്താണ്? നെറ്റ് അസറ്റ് ആണ്. നെറ്റ് അസറ്റ് അവിടെ എത്രയായിരിക്കും? നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്നത് എത്രയാണ്? 4 ലക്ഷം അല്ലെ? അതായത് 4 ലക്ഷം രൂപയാണ്. ഈ 4 ലക്ഷം എങ്ങനെ കിട്ടിയെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നുണ്ട്. 5 ലക്ഷം ആണ് അസറ്റ് മൈനസ് 1 lakh. ഓക്കെ, മൈനസ് 1 lakh. ഇതാണ് ഈ 40,000 അല്ലെ? അപ്പൊ എത്ര കിട്ടും? 40,000 ഇൻറ്റു 12 അടിച്ചു നോക്കുക. ദെൻ അതിൽ നിന്നും 4 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 80,000 എന്ന് കിട്ടും. ഈ 80,000 ആണ് എന്തെന്ന് പറയുന്നത്? ഗുഡ് വിൽ എന്ന് പറയുന്നത്. കിട്ടിയോ? ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് കിട്ടിയോ? ക്വസ്റ്റ്യൻ ഇത്രയും തന്നിട്ടുണ്ട്. 40,000 ആണ് വൈയുടെ ഷെയർ, വാല്യൂ 10 ആണ്. പക്ഷെ അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 12 ആണ്. അത് ആരേറ്റെടുത്തു? കംപ്ലീറ്റ് ഷെയറും എക്സ് എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്തു. അപ്പൊ ഏറ്റെടുക്കുമ്പോ പഴയ വില കൊടുത്താൽ മതിയോ? ഇല്ല, ഇപ്പത്തെ മാർക്കറ്റ് വാല്യൂ കൊടുക്കേണ്ടി വരും. അപ്പൊ എക്സ് എന്ന കമ്പനി വൈ എന്ന കമ്പനിക്ക് 40,000 ഇൻറ്റു 12 കൊടുത്തിട്ടാണ് ഈ വൈ എന്ന് പറയുന്ന കമ്പനിയുടെ നെറ്റ് അസറ്റ് എന്ത് ചെയ്തത്? ഏറ്റെടുത്തത്. അപ്പൊ 40,000. അപ്പൊ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് 40,000 ഇൻറ്റു 12 ആണ്. നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റ് 5 lakh ആണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പൊ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 5 lakh മൈനസ് 1 lakh. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇത് ഞാൻ ബ്രാക്കറ്റിൽ വെറുതെ എഴുതിയതാട്ടോ. ഇതിന്റെ ബാക്കിയുള്ള ചിഹ്നങ്ങളൊന്നും അല്ല. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, അത് എങ്ങനെയാണ് ഈ 4 ലക്ഷം കിട്ടിയത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 5 lakh മൈനസ്
1 lakh എന്ന് എഴുതിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇതാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരും, എന്തു വരാനല്ലേ ടീച്ചറെ, ഇതിലും വലുതൊന്നും ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല പിന്നല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ഇനി അടുത്ത സിറ്റുവേഷൻ? നിങ്ങൾ പറയൂ എന്താണ് അടുത്ത സിറ്റുവേഷൻ? 100% ഷെയർ ഏറ്റെടുക്കൂല, പകരം എന്താ ഏറ്റെടുക്കുള്ളൂ? അതിൽ കുറഞ്ഞ ഒരു ഷെയർ ആയിരിക്കും ഏറ്റെടുക്കല്. അപ്പൊ അവിടെ എന്തുണ്ടാവും? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്നും അതിൽ നമ്മൾ പ്രോബ്ലം ചെയ്തു അല്ലെ. ഒന്നാമത്തെ സിറ്റുവേഷൻ മനസ്സിലായി. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താ ആണ്? വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്, കൺസിഡറേഷൻ കൊടുത്തു. X എന്ന കമ്പനി Y എന്ന കമ്പനിക്ക് എന്ത് കൊടുത്തു? കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് തന്നിട്ടുണ്ട്. എത്ര അസറ്റ് ആണ് അക്വയർ ചെയ്തത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെറ്റ് അസറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ ലയബിലിറ്റിയും അസറ്റും തന്നിട്ടുണ്ടെങ്കിൽ അസറ്റിൽ നിന്ന് ലയബിലിറ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് അസറ്റ് കിട്ടും. അത് തന്നെ ആയിരിക്കും അയാൾ അത് അക്വയർ ചെയ്തത്. ഓക്കെ, അതും തന്നിട്ടുണ്ട്. പിന്നെ ആൻഡ് ദി അക്വയറർ അക്വയർഡ് ലെസ് ദാൻ 100% ഷെയർസ് ഓഫ് സബ്സിഡിയറി. അപ്പോ X എന്ന് പറയുന്ന കമ്പനി Y എന്ന് പറയുന്ന കമ്പനിയുടെ 100% ഉണ്ടോ? ഇല്ല, ലെസ് ദാൻ 100%. ഫുൾ അക്വയർ ചെയ്യുന്നില്ല, ഫുള്ള് പർച്ചേസ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കുന്നത്. അത്തരം സിറ്റുവേഷനിൽ എന്താണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്? അതിന്റെ ഇക്വേഷൻ ആണ് ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു, അവിടെ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് എന്താണ്? പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് ഇൻ ദി നെറ്റ് അസറ്റ് ഓഫ് ദി കമ്പനി. കംപ്ലീറ്റ് നെറ്റ് അസറ്റും ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല, പ്രപ്പോർഷനേറ്റ്. പാരന്റ് കമ്പനിക്ക് എത്രയാണോ നെറ്റ് അസറ്റ് ഉള്ളത് അത് മാത്രമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. മൈനോറിറ്റി ഇൻട്രസ്റ്റിന് കൊടുക്കാനുള്ളത്, ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളത് നമ്മൾ എടുക്കാൻ പാടില്ല. തൊട്ട് മുൻപ് നമ്മൾ എന്ത് എഴുതിയിരുന്നത്? കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയർഡ് എന്നേലും എഴുതിയിരുന്നത്. ഇവിടെ നെറ്റ് അസറ്റ് മൊത്തം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഫുള്ള് ഷെയറും എന്ത് ചെയ്തിട്ടില്ല? വാങ്ങിയിട്ടില്ല. കുറച്ച് ഷെയർ ഔട്ട്സൈഡേഴ്സിനുണ്ട്. അപ്പൊ അവരുടെ വിഹിതം അവർക്ക് അസറ്റിൽ നിന്നും കിട്ടാനുണ്ടായിരിക്കും. അത് കൊടുത്തതിന് ശേഷം പാരന്റ് കമ്പനിയുടെ എത്രയാണോ ഉള്ളത് അത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ മൈനസ് പ്രപ്പോർഷനേറ്റ് അല്ലെ, പ്രപ്പോർഷനേറ്റ് ഷെയർ ഇൻ ദി പാരന്റ് കമ്പനി, പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ ദി നെറ്റ് അസറ്റ്, പാരന്റ് കമ്പനി ഇൻ ദി നെറ്റ് അസറ്റ് അല്ലെ. നെറ്റ് അസറ്റില് പാരന്റ് കമ്പനിയുടെ പോർഷൻ മാത്രം അതിൽ നിന്നും ലെസ് ചെയ്യാം. ഇങ്ങനെ ഞാൻ തിയറി ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. പ്രോബ്ലത്തിലേക്ക് നോക്കാം, അപ്പൊ പെട്ടെന്ന് ഓടും. ഓക്കെ, എക്സസൈസ് നമ്പർ 2 ശ്രദ്ധിക്കാം. എക്സ് ലിമിറ്റഡ്, ശ്രദ്ധിച്ചോട്ടോ, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എക്സ് ലിമിറ്റഡ്, ഇവിടെ എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിനെ എന്ത് ചെയ്തു? അക്വയർ ചെയ്തു. എക്സ് ലിമിറ്റഡ് പർച്ചേസ് 80%. ഓക്കെ, എത്രയാണ്? 100% ഉണ്ടോ? ഇല്ല, 80% ഓഫ് ദി ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. അപ്പൊ വൈയുടെ 80% ഷെയർ ആണ് എക്സ് ലിമിറ്റഡ് എന്ത് ചെയ്തത്? അക്വയർ ചെയ്തത്. The issued capital of Y Limited consists of 25,000 shares of ₹10 each. അപ്പൊ വൈയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 25,000 ഷെയർസ് ഓഫ് ₹10 each. 10 രൂപന്റെ 25,000 ഷെയർ ആണ് വൈയുടേത്. ഇത് മൊത്തം ഏറ്റെടുക്കുന്നുണ്ടോ? ഇല്ല. എത്ര മാത്രമേ ഉള്ളൂ? ഇതിന്റെ 80% മാത്രമാണ് ആര് ഏറ്റെടുക്കുന്നത്? എക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. ഓക്കെ, കൺസിഡറേഷൻ പെയ്ഡ് ഈസ് 2,60,000. അത് നേരിട്ട് തന്നിരിക്കണ്ടോ? കൺസിഡറേഷൻ പെയ്ഡ് കൺസിഡറേഷൻ എത്രയാണ്? 2,60,000. കൺസിഡറേഷൻ പെയ്ഡ് 2,60,000. ഓക്കെ, ദി ഐഡന്റിഫയബിൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വൈ ലിമിറ്റഡ് എന്ന് പറയുന്നത് 3,00,000 50,000 റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഈ വൈ എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3,00,000 ആണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000 ഉള്ളൂ. ഓക്കെ, ഇത്ര ഇൻഫോർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ്?
എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന്റെ 80% ഷെയർ അക്വയർ ചെയ്തു. വൈ ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. പിന്നെ എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന് കൊടുത്തത് ഈ 80% ഷെയർ വൈ ലിമിറ്റഡിന്റേത് എക്സ് ലിമിറ്റഡ് വാങ്ങി. അതിന് എക്സ് ലിമിറ്റഡ് ഇവർക്ക് ഒരു ക്യാഷ് കൊടുത്തു, അതാണ് 2,60,000. പിന്നെ വൈയുടെ അസറ്റ് 3 lakh ആണ്, ലയബിലിറ്റി 50,000 ആണ്. ഇനി നമ്മളോട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് സിറ്റുവേഷൻ വെച്ചിട്ടാണ്? ലെസ് ദാൻ 100% ആണ് ഇവിടെ അവര് അക്വയർ ചെയ്തത്. അതുകൊണ്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഇക്വേഷനിലേക്ക് നേരെ അപ്ലൈ ചെയ്യാം അല്ലെ. എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതി. കൺസിഡറേഷൻ പേയബിളിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല അല്ലെ. ഈ എമൗണ്ട് നേരെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ഈ നെറ്റ് അസറ്റ് എത്രയാണ്? സത്യത്തിൽ നെറ്റ് അസറ്റ് എത്രയാണ് ഇവിടെ? കൺസിഡറേഷൻ പേയബിൾ എത്രയാണ്? 2,60,000 ആണ്. കൺസിഡറേഷൻ പേയബിൾ 2,60,000 ആണ്. ഇനി ഇവിടെ ഞാൻ ഇതിന്റെ ബാക്കി ഇവിടെ ഞാൻ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ എഴുതാണ്. 2,60,000ന്റെ 2,60,000 അതായത് നെറ്റ് അസറ്റ് എത്രയാണ്? അതായത് കൺസിഡറേഷൻ കൊടുത്തത് എന്ന് പറയുന്നത് 2,60,000 ആണ്. ഇനി ഇതില് എന്താണ് അസറ്റ് എത്രയാണ്? നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ് അല്ലെ. അസറ്റ് എത്രയാണ്? 3 lakh ആണ്. അസറ്റ് എന്ന് പറയുന്നത് 3 lakh മൈനസ് ലയബിലിറ്റി എത്രയാണ്? 50,000 അല്ലെ. 3 lakhന്ന് 50,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 2,50,000 കിട്ടും അല്ലെ. അപ്പോ ഇവിടുത്തെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 2,50,000 ആണ്. ഓക്കെ, എത്രയാണ്? 2,50,000. ഈ 2,50,000ന്റെ കംപ്ലീറ്റ് നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ 80% മാത്രമേ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? പാരന്റ് കമ്പനിക്ക് പറ്റുള്ളൂ. അപ്പൊ പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇന്റെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 2,50,000ന്റെ 80% ആണ്. അല്ലെങ്കിൽ 2,50,000 into 80/100 ആണ്. ഓക്കെ, 80/100 എത്ര കിട്ടും? 80% എത്രയാണ്? 2 lakh ആണ് അല്ലെ. എത്രയാണ്? 2 lakh. അപ്പൊ നെറ്റ് അസറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ അസറ്റിൽ നിന്ന് ലയബിലിറ്റി ലെസ് ചെയ്യുക. 3 lakhൽ നിന്ന് 50,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 2,50,000 കിട്ടും. ഈ 2,50,000യുടെ 80% മാത്രമേ ആർക്കുള്ളൂ? പാരന്റ് കമ്പനിക്കുള്ളൂ. അപ്പൊ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 80% മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. 2,50,000 into 80/100 എത്രയാണ്? 2 lakh. അപ്പൊ ഈ 2,60,000 നിന്നും 2 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന 60,000 ആണ് ഇവിടുത്തെ ഗുഡ് വിൽ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഞാൻ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം? നിങ്ങൾ ഇതിന്റെ എഴുതിയെടുക്കണം. എഴുതിയെടുത്തതിന് ശേഷം വീഡിയോ ഇയർഫോൺ വെച്ച് കേൾക്കുകയും അതോടൊപ്പം നിങ്ങൾ എഴുതിയെടുത്ത നോട്ടിലേക്ക് നോക്കി മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ. അതിന് പ്രോബ്ലം ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല, അത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അത് നമ്മൾ വലിയ വലിയ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചെയ്യും കേട്ടോ. ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യാന്ന്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും, അതായത് ഈ എക്സ് എന്ന കമ്പനി, മൂന്നാമത്തെ സിറ്റുവേഷൻ ഞാൻ പറയാൻ പോവുകയാണ്. ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അതായത് മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ ഈ എക്സ് എന്ന് പറയുന്ന കമ്പനി വൈ എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുത്തു. പക്ഷെ അതിപ്പോ സ്റ്റാർട്ട് ചെയ്തത് 1/1/2019 വിചാരിക്കും. പക്ഷെ 1/6/2019 ഏറ്റെടുത്തത് എന്ന് വിചാരിക്കും. അതായത് വൈ കമ്പനിയെ എക്സ് എന്ന കമ്പനി ഏറ്റെടുത്തത് 1/6 പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തത് 1/1 സ്റ്റാർട്ട് ചെയ്ത് എന്നോ സ്റ്റാർട്ട് ചെയ്തിക്കണ്. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ 1/6 നമ്മൾ എന്ത് ചെയ്തത്? അതിനെ അക്വയർ ചെയ്തത് എങ്കിൽ അക്വയർ ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റും അക്വയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റും ഉണ്ടായിരിക്കും. അപ്പൊ അക്വയർ ചെയ്യുന്നതിന് മുൻപുള്ളതിനെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും അക്വയർ ചെയ്തതിന് ശേഷമുള്ളതിനെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും വിളിക്കും. അതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിപ്പിക്കും കേട്ടോ. കാരണം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്.
അത് ഞാൻ പറഞ്ഞുതരും. ആ രണ്ട് പ്രോഫിറ്റും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രശ്നം. അവിടെ അത്ര സിറ്റുവേഷനിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉള്ള സിറ്റുവേഷനിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ട്രാൻസ്ഫേർഡ്. ഓക്കെ, എമൗണ്ട് ട്രാൻസ്ഫേർഡ് ഓക്കെ, എത്ര എമൗണ്ട് ആണ് എക്സ് എന്ന കമ്പനി വൈക്ക് കൊടുത്തത്, അതാണല്ലോ എമൗണ്ട് ട്രാൻസ്ഫേർഡ്. അതിനോട് കൂടി ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്, ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ്. അത് അതിൽ നിന്നും എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ അക്വയർഡ് അല്ലെ. ദെൻ അതുമാത്രല്ല, പിന്നെ ലെസ് ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡിയറി കമ്പനി. ദ ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ, അതും ഇതിന് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് എവിടെ, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എന്നത് പറയുന്നത് ഗുഡ്വില്ല് എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒഴിക്കൽ മട്ടിൽ പറഞ്ഞു പോയിട്ടുള്ളൂ. പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഓക്കെ, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. പാരന്റ് കമ്പനി, സബ്സിഡിയറി കമ്പനി, ഗ്രൂപ്പ്, എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്താണ് ഗുഡ്വില്ല് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ട് സിറ്റുവേഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ട്രാൻസ്ഫറും തന്നിട്ടുണ്ട്, അസറ്റ് അക്വയർഡും നമുക്കറിയാം, 100% ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ട്രാൻസ്ഫേർഡും തന്നിട്ടുണ്ട്, അസറ്റ് അക്വയർഡും തന്നിട്ടുണ്ട്, പക്ഷെ ലെസ് ദാൻ 100% ഷെയർ ആയിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുക. ആ സിറ്റുവേഷനിൽ എങ്ങനെ ഗുഡ്വില്ല് കാണാമെന്നും, മൂന്നാമത്തത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ് ചെയ്യുക എന്നതാട്ടോ, വാങ്ങുക എന്നാണ്. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന്. അതിനാണ് എമൗണ്ട് ട്രാൻസ്ഫേർഡിൽ നിന്നും പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസും ഷെയർ ഇൻ ദി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും ലെസ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, ഗുഡ്വില്ല് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും വീഡിയോസ് കേട്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.